ഉൽപ്പത്തിയുടെ പുസ്തകം 21-ാമത്തെ അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു. അവൾ പോയി അതിനെതിരെ ഒരു അമ്പിൻ പാട് ദൂരത്തിരുന്ന് കുട്ടിയുടെ മരണം എനിക്ക് കാണേണ്ട എന്ന് പറഞ്ഞ് എതിരെ ഇരുന്ന് ഉറക്കെ കരഞ്ഞു എന്ന് കാണുന്നു. പ്രിയ ദൈവമക്കളെ, നാം ഇന്നലെ 2 അമ്മമാരെക്കുറിച്ച് പഠിച്ചു. എന്ന് പറഞ്ഞാൽ ഒരു അമ്മ മക്കൾ ഉണ്ടായിരുന്നവൾ അല്ലെങ്കിൽ ഇല്ലാത്തൊരു മകന് വേണ്ടി അല്ലെങ്കിൽ കരഞ്ഞ ഒരു കരച്ചിലെക്കുറിച്ച് കേട്ടു. പക്ഷേ ഇവിടെ ഒരു അമ്മ കരയുന്നത് ദേവാലയത്തിൽ പോയി ഇരുന്നല്ല, മരുഭൂമിയിൽ ഇരുന്നു കൊണ്ട് തൻ്റെ പൈതലിൻ്റെ ജീവന് വേണ്ടി നിലവിളിക്കുന്ന ഒരു വിളിയാണ്. തൻ്റെ യജമാനൻ്റെ വീട്ടിൽ നിന്നും തൻ്റെ പൈതലിനെയും തന്നെയും യജമാൻ ഇറക്കി വിട്ടു. അവിടെ നിന്ന് പോകുമ്പോൾ കൊടുത്ത അപ്പവും വെള്ളവും തീർന്നു പോയി. കുഞ്ഞ് വിഷമൊന്ന് മരിക്കാറായി. ആ ഒരു മരണക്കാഴ്ച കാണുവാൻ നിവൃത്തിയില്ലാതെ നിലവിളിക്കുന്ന ഒരമ്മയാണ് നാം ഇവിടെ കാണുന്നത്. പ്രിയ ദൈവവേദന, ഈ അമ്മയുടെ കരച്ചിലും ഈ മകൻ്റെ കരച്ചിലും സ്വർഗം കണ്ടു. അവിടെ നിന്ന് ദൂതൻ ഇറങ്ങി വന്നു പറയുകയാണ്, നീ ആഹറെ നിൻ്റെ കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടു, നിനക്ക് ദൈവം വലിയ ചെയ്യും, നിൻ്റെ മകന് ദൈവം ഒരു വലിയൊരു ജാതിയാക്കും എന്ന് പറയുന്ന ആശ്വാസം കൊടുക്കുകയും ഒരു നീരുറവ കാണിച്ചു കൊടുക്കുകയും ചെയ്തു. പ്രിയ ദൈവമക്കളെ, അവൾ ഇരുന്ന സ്ഥലത്തൊരു നീരുറവ പൊട്ടിപ്പുറപ്പെട്ടു. അത് ഇന്നും അനേകർക്ക് അത് പ്രയോജനമായിട്ട് പാഞ്ഞുകൊണ്ടിരിക്കുന്നു. പ്രിയ ദൈവ പൈതലെ, നിങ്ങൾ എന്തിനാണ് കരഞ്ഞുകൊണ്ടിരിക്കുന്നത്? നിങ്ങളുടെ മക്കൾ നിങ്ങളെ അനുസരിക്കുന്നില്ലയോ? അല്ലെങ്കിൽ മുതിർന്നവരായി വരുമ്പോൾ മക്കൾ നിങ്ങളെ നോക്കുന്നില്ലയോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് അവർ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു തരുന്നില്ലയോ? അല്ലെങ്കിൽ ഗെയിമിനും മയക്കുമരുന്നിനും അടിമയായിപ്പോയോ? എന്തുകൊണ്ടാണ് നിങ്ങളുടെ മക്കളുടെ ഭാവിയെക്കുറിച്ച് നിങ്ങൾ കരയുന്നുവോ? മക്കളുടെ വിവാഹം നടക്കുന്നില്ല, ഒരു ജോലി ലഭിക്കുന്നില്ല, ഇങ്ങനെ ഏതൊക്കെ വിഷയത്തിന് വേണ്ടി നിങ്ങൾ ഇന്ന് ദൈവസന്നിധിയിൽ തൻ്റെ മക്കൾക്ക് വേണ്ടി കരയുന്നുവോ? പ്രിയ ദൈവ പൈതലെ, നാം ദൈവസന്നിധിയിൽ നിന്ന് കരയുമ്പോൾ അവിടെ ഇറങ്ങി വരുന്ന ഒരു ദൈവം നമുക്ക് ഉണ്ട് എന്ന് നാം മനസ്സിലാക്കണം. ഹാഗറിനെ തേടിപ്പോയ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി ഇന്നും കുറഞ്ഞു പോയിട്ടില്ല. നിങ്ങൾ ആരും കാണാതെ വീട്ടിൻ്റെ മുറിയിലിരുന്ന് കരയുന്നായിരിക്കും. അന്ന് ഹാഗർ കരഞ്ഞപ്പോൾ മരുഭൂമിയിൽ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. തൻ്റെ യജമാൻ്റെ വീട്ടുകാരോ അല്ലെങ്കിൽ അയൽക്കാരോ ആരും ഉണ്ടായിരുന്നില്ല. പക്ഷേ അവിടെ ഉണ്ടായിരുന്നത് അവളും കുഞ്ഞും ആ ദൈവവും മാത്രമാണ്. പ്രിയ ദൈവവേദന, ഇതേപോലെ ലോകത്തിൽ നിങ്ങൾക്ക് ആരും ആശ്രയമില്ലാതെ ഇരുന്ന് നിങ്ങൾ കരയുന്ന ഈ കരച്ചിൽ കാണുവാൻ ആ ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട് എന്ന് നിങ്ങൾ മറന്നു കളയേണ്ട. ആ ദൈവത്തിലേക്ക് നിങ്ങളെ സമർപ്പിച്ച് കുറേ കൂടെ ദൈവസന്നിധിയിൽ അടുക്കുകയാണെങ്കിൽ അടുത്ത് നിന്ന് നിങ്ങൾക്ക് സമാധാനം തരുന്ന ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ കണ്ണുനീരുകൾക്ക് ദൈവം മറുപടി നൽകി തരട്ടെ. പ്രാർത്ഥിക്കാം. ഞങ്ങൾ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന ആ സ്വർഗസ്ഥ പിതാവേ, ദൈവമേ, ഈ കേട്ടുകൊണ്ടിരിക്കുന്ന നിൻ്റെ മക്കൾ കർത്താവെ എന്തുകൊണ്ട് കരയുന്നുവപ്പാ? തങ്ങൾക്ക് കർത്താവെ മക്കളില്ലാതെ കരയുന്നുവോ? കിട്ടിയ മക്കളുടെ വഴിപിഴച്ച ജീവിതം, അല്ലെങ്കിൽ അവർക്ക് ഒന്നും കഴിക്കുവാൻ കൊടുക്കുവാനോ ഉടുക്കുവാൻ കൊടുക്കുവാനോ അവരെ വിദ്യാഭ്യാസം കൊടുക്കുവാനോ അല്ലെങ്കിൽ അവർക്ക് വിവാഹം ചെയ്ത് കൊടുക്കുവാനോ അല്ലെങ്കിൽ അവർക്കൊരു ഉദ്യോഗം മേടിക്കുവാനോ ഒന്നിനും നിവർത്തിയില്ലാതെ നിൻ്റെ മക്കൾ കർത്താവെ ഏത് വിഷയത്തിലാണ് ഇന്ന് കണ്ണീർ വിഴിക്കുന്നു? ദൈവമേപ്പാ, ലോകത്തിൽ കർത്താവെ തനിക്ക് എല്ലാം ഉണ്ടെന്ന് എല്ലാവർക്കും തോന്നിയാലും എന്നുമില്ലാത്ത ശൂന്യ അവസ്ഥയിൽ ഇരുന്നു കൊണ്ട് വീട്ടിൻ്റെ ഉള്ളറയിലിരുന്നു കൊണ്ട് ആരും കാണാതെ നിൻ്റെ മക്കൾ വിടുന്ന കണ്ണുനീർക്ക് മറുപടിയായി ഈ ദിവസങ്ങൾ തന്നെ കർത്താവെ നിൻ്റെ ദൂതനെ അയച്ച് നിൻ്റെ മക്കൾക്ക് മറുപടി നൽകി തരണമേ. കർത്താവെ, അധിക ദിവസങ്ങൾ പോകുന്നതിന് മുമ്പ് ഈ ദിവസങ്ങൾ തന്നെ നിൻ്റെ മക്കൾക്ക് കർത്താവെ ആവശ്യമായ സഹായങ്ങൾ അയച്ചു കൊടുത്ത് നിൻ്റെ മക്കളെ കർത്താവെ കാലിലെ കൃപയിൽ നടത്തി അങ്ങയുടെ രാജ്യത്തിൽ വന്നു ചേരുവോളം നിൻ്റെ കൃപ കൂടെ ഇരുന്ന് നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ. ആമേൻ.